പ്രധാനമായിട്ടും അത് കടിച്ചു കഴിഞ്ഞാൽ ആ ലോക്കൽ സൈറ്റിൽ കടിച്ച ഭാഗത്ത് നീര് വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. അത് കഴിഞ്ഞ് കടിച്ച ഭാഗത്തൂടെ രക്തം ഊസി ചെയ്ത് വരിക, നീര് വളരെ പെട്ടെന്ന് കൂടുക. അപ്പോൾ അത് കാലിലൊക്കെ ആണെങ്കിൽ നമുക്ക് കമ്പാർട്ട്മെൻ്റൽ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു കോംപ്ലിക്കേഷൻ വരാം. കാരണം കാലിലെ മസിൽസ് എല്ലാവരും 3 കമ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അവിടെ നീര് വരുമ്പോഴത്തേക്ക് കാലിലോട്ടുള്ള രക്തഓട്ടം കുറഞ്ഞ് കാലിൻ്റെ വിരലുകളിലെ രക്തഓട്ടം കുറഞ്ഞ് ഗാംഗ്രീൻ, അതായത് രക്തഓട്ടം തീരെ ഇല്ലാതെ കാല് മുറിക്കേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ശരീരത്തിലോട്ട് ഈ വിഷം കലർന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെമറ്റോപോയിറ്റിക്സിസ്, അതായത് രക്തത്തെ ക്ലോട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അതുമൂലം ബ്ലീഡിങ് ഉണ്ടാവാനുള്ള വലിയ സാധ്യതയാണ്. ഏതുവഴി വേണമെങ്കിലും വരാം. കാരണം മൂത്രത്തിൽ കൂടെ രക്തം വരാൻ, രക്തം ഛർദ്ദിക്കാം, തലച്ചോറിനകത്ത് വരാം. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. പ്ലേറ്റ്ലെറ്റിൻ്റെ ശരീരത്തിലെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുക, രക്തം കട്ടപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫാക്ടറികളുടെ കുറവ് വരിക. അങ്ങനെ വരുമ്പം നമുക്ക് ഈ ആൻറ്റി സ്നേക്ക് വെനം എന്നതിൻ്റെ കൂടെ പ്ലേറ്റ്ലെറ്റ് കൊടുക്കേണ്ടി വരും.